മഴതോരും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ മനു അലീനെ കാണാൻ വേണ്ടി അടുക്കളയിലേക്ക് ചെന്ന് നോക്കുന്ന സമയത്തിന് ആകെ കരഞ്ഞു തളർന്നിരിക്കുകയായിരിക്കും അലീന. മനുവിനെ കണ്ടതോടുകൂടി തന്നെ അവൾ നിലത്ത് മുട്ടിയിരുന്നു കൊണ്ട് തന്നെ ഭ്രാന്തിയെ പോലെ അലറി, എന്നെ പറഞ്ഞയക്കരുത് മനുവേട്ട, എനിക്ക് ഇവിടെ നിന്നും പോവാൻ കഴിയില്ല. ആ സ്വരം കേട്ട് മനു ആകെ ഞെട്ടിത്തരിച്ചു പോയി. ഇതവൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അലീനയായിരുന്നു. ഒരു സാധാരണ പെൺകുട്ടിയുടെ നിസ്സഹായതയായിരുന്നില്ല ആ കരച്ചിൽ. സ്വന്തം അസ്തിത്വം നിലനിർത്താൻ വേണ്ടി പോരാടുന്ന അവളുടെ ജീവൻ മരണ പോരാട്ടമായിരുന്നു. ഇവളോട് എങ്ങനെ ഞാൻ ഇവിടെ നിന്നും ഇറങ്ങിപ്പോവാൻ പറയും? മനുവിന്റെ മനസ്സിലൊരു ചോദ്യം ഉയർന്നു. അവിടെ നിന്നും മടങ്ങിയ മനു മുത്തശ്ശിയോട് കാര്യങ്ങളെല്ലാം വിശദീകരിക്കുമ്പോൾ നിസ്സഹായതയുടെ പര്യായമായിരുന്നു. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. ഈ യുദ്ധം വലിയ നാശങ്ങളിലെ അവസാനിക്കൂ. ബാലചന്ദ്രനും വൈജയന്തിയും വാളോങ്ങി നിൽക്കുകയാണ്. ഇത് തടുക്കാൻ ആർക്കും കഴിയില്ല. അലീന പോകില്ലെന്ന് തീർത്തും പറഞ്ഞിരിക്കുന്നു. അവൾ എന്തോ വലിയൊരു കെണിയിൽ പെട്ടുപോയതുപോലെയാണ്. ഇതിന് പിന്നിൽ ബാലചന്ദ്രൻ അങ്കിളിന്റെ എന്തെങ്കിലും ഭീഷണി ഉണ്ടാകും. വൈജയന്തിയെ നോക്കി മനു പറഞ്ഞു, നിങ്ങളുടെ സന്ധി സംഭാഷണം ഏതായാലും വിജയിച്ചല്ലോ അല്ലേ? രാജീവൻ കൊച്ചച്ചൻ ഇനി വരുമായിരിക്കും. ഇവിടെ അതിപ്രക്ഷോഭങ്ങൾ ഇനിയും ഉണ്ടാവും. നിങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് പോലെ അലീന എവിടെ നിന്നും പോയി കഴിഞ്ഞാൽ തൽക്കാലം പ്രശ്നങ്ങളൊക്കെ തീരും. പക്ഷേ അതിനുശേഷം തുടങ്ങുന്ന മഹാപ്രളയത്തിന് സാക്ഷിയാകേണ്ടി വരും നിങ്ങളെല്ലാവരും. മനുവിന്റെ ഈ ഭീഷണിയുടെ സ്വരം വൈജയന്തിയുടെ മനസ്സിൽ ഒരു നേരിയ ഭയം ജനിപ്പിച്ചുവെങ്കിലും അവളുടെ അഹങ്കാരം അതിനെ നിഷ്പ്രഭമാക്കി. മനു പടിയിറങ്ങി പോയതോടുകൂടി തന്നെ വൈജയന്തിയുടെ ഉള്ളിലെ പ്രതികാരം ആളിക്കത്തി. മനുവിന്റെ വാക്കുകൾ വൈജയന്തിയെ കൂടുതൽ പ്രകോപിപ്പിച്ചു. അവൾ നേരെ ബാലചന്ദ്രന്റെ മുറിയിലേക്ക് ചെന്നു. അവളുടെ കണ്ണുകളിൽ തീക്കനലെരിഞ്ഞു. അലീനെ ഈ നിമിഷം തന്നെ ഞങ്ങൾ എവിടെ നിന്നും പുറത്താക്കാൻ പോവുകയാണ്. അതിന്റെ പേരിൽ എന്ത് ഭവിഷ്യത്തുണ്ടായാലും അത് ഞാൻ ഏറ്റെടുത്തോളാം, വൈജയന്തി അലറിക്കൊണ്ട് പറഞ്ഞു. ബാലചന്ദ്രൻ പുച്ഛത്തോടെ ചിരിച്ചു. ഞാനൊന്ന് കാണട്ടെ, നിനക്ക് പറ്റുമെങ്കിൽ നീ ഒന്ന് ചെയ്തു കാണിക്കടി. അവന്റെ വെല്ലുവിളി വൈജയന്തിയുടെ രോഷം ഇരട്ടിച്ചു. ആ നിമിഷം അവൾ തന്റെ തുറുപ്പുചീട്ടായ സഹോദരൻ രാജീവനെ വിളിച്ചു. രാജീവേട്ട, എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്കൊന്ന് വരാമോ? രാജീവന് മനുവിന്റെ മടങ്ങിപ്പോക്ക് അറിഞ്ഞപ്പോൾ തന്നെ കാര്യങ്ങളെല്ലാം മനസ്സിലായി. അവളോട് ഇറങ്ങിപ്പോവാൻ മനുവിന് പോലും കഴിഞ്ഞില്ലല്ലോ. എന്നാ ശരി, ഞാൻ അങ്ങോട്ടേക്ക് വരാം. രാജീവന്റെ സ്വരത്തിൽ നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു. അവനെ തടഞ്ഞുകൊണ്ട് മനു പറഞ്ഞു, കൊച്ചച്ച, നമ്മളൊന്നും ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവില്ല. ഒരിക്കലും അലീനെ പുറത്താക്കാൻ ശ്രമിക്കരുത്. അവൾ പോകില്ലെന്ന് കരഞ്ഞുകൊണ്ട് കാലു പിടിക്കുകയാണ്. അതിനു പിന്നിൽ എന്തോ വലിയ കാരണമുണ്ട്. ഒരുപക്ഷെ ബാലചന്ദ്രൻ അങ്കിൾ അവളെ ഭീഷണിപ്പെടുത്തിയതായിരിക്കാം. രാജീവൻ പറയുന്നത്, അവന്റെ ഭീഷണിയൊന്നും എൻ്റെ അടുത്ത് നടക്കില്ലടോ. എന്റെ തീരുമാനം എന്താണെന്ന് നടക്കട്ടെ. അവളെ ഞാൻ വലിച്ചിറക്കി പുറത്തിടും, നോക്കിക്കോ. പ്രതികാരത്തിന്റെ തീവ്രതയിൽ രാജീവൻ കാർ ഓടിച്ച് തറവാട്ടിലേക്ക് പാഞ്ഞു. വൈജയന്തി കാത്തിരുന്നത് പോലെ രാജീവൻ എത്തി. അവൻ അവിടെ വന്ന ഉടനെ തന്നെ അവൻ അലറി. അടുക്കളയിലെ ഒരു മൂലയിലിരുന്ന് കരഞ്ഞ് തളർന്നിരിക്കുന്ന അലീനയെ വൈജയന്തി കാണിച്ചു കൊടുത്തു. കലിപൂട്ട രാജീവൻ അടുക്കളയിലേക്ക് പാഞ്ഞെത്തി. എഴുന്നേൽക്കടി അവിടുന്ന്. അവന്റെ അലർച്ചയിൽ അലീന ഭയന്ന് വിറച്ചു. അവൾ കാല് പിടിച്ച് കരഞ്ഞുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, എന്നോടൊരിക്കലും പോവാൻ പറയരുത്, ദയവായി എന്നോട് ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്നൊക്കെ പറയും. അവളുടെ കരച്ചിലിന് ചെവി കൊടുക്കാതെ രാജീവൻ അവളുടെ മുടിയിൽ പിടിച്ച് വലിച്ചേച്ച് ഹാളിലേക്ക് കൊണ്ടുവന്നു. ആരോടും ചോദിക്കാനും പറയാനും നിൽക്കണ്ട രാജീവേട്ട, ഇവളെ പുറത്താക്കുക തന്നെ വേണം, വൈജയന്തി ആജ്ഞാപിച്ചു. കൈ കൂപ്പി നിലത്ത് കുനിഞ്ഞു നിൽക്കുന്ന അലീന വിറക്കുന്ന ചുണ്ടുകളാൽ യാചിച്ചു. ഈ നിഷ്ഠൂരതയുടെ കാഴ്ചകൾക്ക് മുന്നിൽ തന്റെ മുറിയുടെ വാതിൽക്കൽ ബാലചന്ദ്രൻ നിശ്ചലനായി നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു കൊടുങ്കാറ്റ് വീശി അടിക്കുന്നതിന് മുൻപുള്ള ശാന്തതയായിരുന്നു അത്. രാജീവൻ മുകളിലേക്ക് നോക്കി ബാലചന്ദ്രനോട് വെല്ലുവിളിച്ചു, ഇവളെ പുറത്താക്കണ്ട എന്ന തീരുമാനമാണോ നിങ്ങൾ പറയുന്നതെങ്കിൽ അത് കേൾക്കാൻ എനിക്ക് മനസ്സില്ല. ഇവളിനി ഈ വീട്ടിൽ വേണ്ട. എന്റെ പെങ്ങൾ മാത്രം മതി. ബബിതയും രോഹിത്തും വൈജയന്തിയും ചേർന്ന് അലീനയെ വലിച്ചേക്കാൻ തുടങ്ങി. കൃഷ്ണമോള് മാത്രം അലമുറയിട്ടു, വേണ്ട, ഉപദ്രവിക്കരുത്, അലീന ചേച്ചി പൊയ്ക്കോളും. അലീനയെ വലിച്ചേച്ച് മുറ്റത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബാലചന്ദ്രൻ മുകളിൽ നിന്നും ഗർജിച്ചു, അവൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കുക എന്ന് ഞാൻ കാണിച്ചു തരാം. കാണാം, രാജീവനും പ്രതികരിച്ചു. വാതിൽ തുറന്ന് രാജീവൻ അലീനയെ പൊതുവഴിയിലേക്ക് തള്ളിയിട്ടു. നാട്ടുകാരെല്ലാം ഓടിക്കൂടി. ഇതൊരു പെൺകുട്ടിയല്ലേ, എന്തിനാ ഇവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇവളൊരു പെണ്ണല്ലേ? അന്നേരം രാജീവൻ പറയുന്നത്, ഇവളൊരു പെണ്ണല്ല, ഈ കുടുംബം തകർക്കാൻ വന്നവളാണിവൾ. ആളുകൾ കേൾക്കെ ഹരി അലീനയെ പിഴച്ചവൾ എന്ന് വിളിച്ച് ആക്ഷേപിച്ചു. അമ്മയെക്കുറിച്ചിട്ടുള്ള ആ വാക്ക് കേട്ടതോടുകൂടി തന്നെ അലീനയുടെ കണ്ണുകളിൽ നിന്നും കനലെരിഞ്ഞു. അവൾ ഹരിയുടെ കർണത്തടിച്ച് പ്രതികരിച്ചു. ഈ വീട്ടിൽ വന്ന് ഇവൾ കട്ടു, ഈ കുടുംബം തകർക്കാൻ ശ്രമിച്ചു. ഇവൾക്ക് ഇവളുടെ തള്ളയുടെ ഗുണം തന്നെയാണ്. ഹരിയുടെ കരച്ചിൽ കേട്ടുകൊണ്ട് തന്നെ വൈജയന്തി അങ്ങോട്ടേക്ക് ഓടിയെത്തി. അലീനയുടെ കർണത്ത് ആഞ്ഞടിച്ചു. വേദനയോടെ നിലത്ത് വീണ അലീന എഴുന്നേറ്റ് തന്റെ ബാഗ് എടുക്കുന്നതിന് മുൻപ് വൈജയന്തിയെ നോക്കി പറഞ്ഞു, നിങ്ങൾക്ക് ഇതിന് മാപ്പ് തരട്ടെ ദൈവം.
നിങ്ങൾ എന്നോട് ഈ ചെയ്തതോർത്ത് നിങ്ങൾ ഒരുപാട് വിഷമിക്കേണ്ടി വരും. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് വേണ്ടിയിട്ടില്ല, നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അലീനയുടെ വാക്കുകൾ വൈജയന്തിക്ക് കേവലം ശാപവാക്കുകളായിരുന്നു. അവൾ പോയതോടെ അവിടെ തടിച്ചുകൂടിയിരുന്നവർ വിജയഭാവത്തിൽ ആശ്വാസം പ്രകടിപ്പിച്ചു. രാജീവനും ഹരിയും രോഹിത്തും പരസ്പരം അഭിനന്ദിച്ചു. ഇവളെ ഒന്ന് ഇറക്കിവിടാൻ പെട്ടൊരു പെടാപാടെ ഉടുമ്പി പിടിക്കുന്നത് പോലെയല്ലേ അവളിവിടെ പിടിച്ചിരുന്നത്. ആ സന്തോഷത്തിന്റെ അലകൾ അടങ്ങുന്നതിന് മുൻപേ തന്നെ കൃഷ്ണമോള് വിളിച്ചു പറഞ്ഞു, ദേ അച്ഛൻ. ബാലചന്ദ്രൻ തന്റെ പെട്ടിയും കിടക്കയും എടുത്ത് കാറിൽ കയറ്റുന്നു. കൃഷ്ണമോള് ഓടിച്ചെന്ന് ചോദിച്ചു, അച്ഛാ എന്താ ഇത്? കൃഷ്ണമോള് അച്ഛനെ തടയുന്ന സമയത്ത് തന്നെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മാർ അങ്ങോട്ടേക്ക്, നീയും ഇതിന് കൂട്ടുനിന്നില്ലേ? ബാലചന്ദ്രൻ ദേഷ്യപ്പെട്ടു. വൈജയന്തിയും രാജീവനും അന്തം വിട്ട് നിന്നുപോയി. ഇതാരെ തോൽപ്പിക്കാൻ പോവാണ്? രാജീവൻ ചോദിച്ചു. കാർ എടുക്കുന്നതിന് മുൻപേ തന്നെ ബാലചന്ദ്രൻ ഗർജിച്ചു, ഞാൻ അലീനയുമായിട്ടേ തിരിച്ചു വരൂ. തിരിച്ചു വരുമ്പോൾ ഒരൊറ്റ എണ്ണം ഈ വീട്ടിൽ കണ്ടേക്കരുത്. ഞാൻ ഉണ്ടാക്കിയ വീടാണിത്. ഈ വീട്ടിൽ നീയോ നിന്റെ പെങ്ങളോ പെങ്ങന്മാരുടെ മക്കളോ ഒരൊറ്റ എണ്ണത്തിനെയും കണ്ടുപോകരുത്. അലീനയെ അംഗീകരിക്കാൻ പറ്റുന്നവർ മാത്രം ഈ വീട്ടിൽ നിന്നാ മതി. രാജീവൻ അയാളെ തടയാൻ വേണ്ടി കാറിന്റെ മുന്നിലേക്ക് കയറി നിന്നു. അങ്ങനെ പോവാൻ വരട്ടെ, അവിടെ നിൽക്ക്. ബാലചന്ദ്രൻ രാജീവനെ ഇടിച്ചു വീഴ്ത്തുന്നത് പോലെ തന്നെ കാറ് മുന്നോട്ടെടുത്തു. ഇതൊരു നടക്ക് പോവില്ല. പോയതുപോലെ തിരിച്ചു വരിക തന്നെ ചെയ്യും. അവളെയും കൂട്ടി എങ്ങോട്ടെങ്കിലും പോവാനാണെങ്കിലോ? ഹരി പരിഹസിച്ചു. മറ്റെന്തോ കേസാ, അല്ലെങ്കിൽ അവൾ പോയതിന് ഇത്ര രോഷം കൊള്ളേണ്ട കാര്യമൊന്നുമില്ല. രോഹിത് സംശയിച്ചു. ഏയ്, അച്ഛനും അലീന ചേച്ചിയും അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ വെറുതെ വളം വെച്ച് കൊടുത്തിട്ടല്ലേ? കൃഷ്ണമോള് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സംസാരിച്ചു. അവളുടെ വാക്കുകൾ കാറ്റിൽ പറന്നുപോയി. വൈജയന്തിയും കൂട്ടരും തങ്ങളുടെ വിജയം ആസ്വദിക്കുന്നതിൽ അപ്രതീക്ഷിതമായി ബാലചന്ദ്രൻ കാറുമായി മടങ്ങിയെത്തി. അലീനയെ കൂട്ടിയിട്ടാണ് ബാലചന്ദ്രൻ തിരികെ വന്നത്. ബാലചന്ദ്രൻ വാതിൽക്കൽ നിന്നു. എന്റെ വീട്ടിൽ നിന്നും ഇറങ്ങടാ. അവൻ രാജീവനെയും ഹരിയെയും പിടിച്ച് പുറത്താക്കി. വീട് തന്റെ പേരിലാണെന്നും അതുകൊണ്ട് ആർക്കും അവിടെ അവകാശമില്ലെന്നും ബാലചന്ദ്രൻ പ്രഖ്യാപിച്ചു. അലീനയുടെ കൈകൾ പിടിച്ച് അവൻ അവളെ വീടിനകത്തേക്ക് കയറ്റി. തല കുനിച്ചു നിന്ന അലീന അമ്പരപ്പോടെ ആ കാഴ്ച കണ്ടു. വൈജയന്തി ബാലചന്ദ്രന്റെ ധൈര്യത്തെ കണ്ട് ദേഷ്യപ്പെട്ടു അവന്റെ നേർക്ക് പാഞ്ഞെടുത്തു. ഇതെന്റെ വീടാണ് വൈജയന്തി. വൈജയന്തിക്ക് ഇവിടെ നിന്നും പോവാം. ആങ്ങളമാരെ വിളിച്ചുകൊണ്ട് ഇപ്പൊ തന്നെ ഇവിടെ നിന്നും ഇറങ്ങിക്കൊള്ളണം. എനിക്കേതായാലും ഇങ്ങനൊരു ഭാര്യയുടെ ആവശ്യം ഈ വീട്ടിലില്ല. ബാലചന്ദ്രൻ രണ്ടും കൽപ്പിച്ച് സംസാരിച്ചു. ഇനി ഡിവോഴ്സ് വേണമെങ്കിൽ ഡിവോഴ്സ്, എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഈ വീട് ഞാൻ ഉണ്ടാക്കിയതാണ്. എന്റെ പേരിലാണ് ഈ വീട്. അതുകൊണ്ട് ഈ വീട്ടിൽ വൈജയന്തിക്ക് യാതൊരു അവകാശവും ഇല്ല. വൈജയന്തിക്ക് ഇവിടെ നിൽക്കണമെങ്കിൽ അലീനയെ അംഗീകരിച്ചിട്ട് നിൽക്കാം, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഇവിടെ നിന്നും ഇറങ്ങിപ്പോവാമെന്ന് പറയും. രാജീവന്റെ കർണത്തടിച്ച് അവൻ തന്റെ രോഷം പൂർത്തിയാക്കി. അലീന ഇടപെട്ടു. വേണ്ട, പ്രശ്നമുണ്ടാക്കരുത്. ബാലചന്ദ്രൻ തന്റെ കുട്ടികളോട് ചോദിച്ചു. രോഹിത്തിനും ബബിതക്കും ഈ വീട്ടിൽ നിൽക്കണമെങ്കിൽ നിൽക്കാം, പോകണമെങ്കിൽ പോകാം. പക്ഷേ നിൽക്കുന്നവർ അലീനയെ അംഗീകരിക്കണം. അലീനയോട് ഒരക്ഷരം പോലും മോശമായി സംസാരിക്കാൻ പാടില്ല. ഇനി അവളെ പിടിച്ചു പുറത്താക്കാൻ ശ്രമിച്ചാൽ ഞാനും കൊണ്ടുപോയി കേസ് കൊടുക്കും. അന്നേരം രാജീവൻ ചോദിക്കുന്നത്, നിങ്ങൾ ആർക്കെതിരെയാണ് കേസ് കൊടുക്കുന്നത്? കളി കാര്യമായി കഴിയുമ്പോൾ എല്ലാം മനസ്സിലാവും. നിന്റെ പെങ്ങൾ ജയിലിൽ കിടക്കും. 22 വർഷത്തെ കണക്കാ രാജീവ എനിക്ക് തീർക്കാനുള്ളത്. ബാലചന്ദ്രൻ രാജീവനെ അവിടെ നിന്നും ഇറക്കി വിട്ടു. വൈജയന്തി പിൻവാങ്ങാൻ തയ്യാറല്ലായിരുന്നു. ഞാൻ എങ്ങും പോകത്തില്ല. ഇതെനിക്കും അവകാശപ്പെട്ട വീടാണ്. ഇവിടെ ഇവളെ കുടിയിരുത്താന്ന് വിചാരിക്കണ്ട. അവൾക്ക് ഇവിടെ നിന്നും പോവാനുള്ള അവസരം ഞാനായിട്ടുണ്ടാക്കും. രാജീവൻ വൈജയന്തിയോട് പറയുന്നുണ്ട്. ബാലചന്ദ്രൻ ഇത്രയും വയലന്റ് ആയ സ്ഥിതിക്ക് നീ ഒന്ന് അടങ്ങുന്നത് നല്ലതാണ് വൈജയെ. നമുക്കിതിനൊരു പരിഹാരം ഉണ്ടാക്കാം. അലീനയുടെ മുന്നിൽ ചെന്ന് വൈജയന്തി പറയുന്നുണ്ട്, ഇവിടെ നിന്റെ സേവനം എനിക്ക് ആവശ്യമില്ല. എൻ്റെ അമ്മക്കോ ഇവിടെ മറ്റാർക്കെങ്കിലും നീ ഒരു ജോലിയും ചെയ്തു തരേണ്ടതില്ല. നിനക്ക് ബാലചന്ദ്രന്റെ കാര്യങ്ങൾ മാത്രം നോക്കാം. ബാലചന്ദ്രനും അത് ശരിവെച്ചു. അലീന, അത് മാത്രം ചെയ്താൽ മതി. എൻ്റെ കാര്യങ്ങൾ മാത്രം നീ നോക്കിയാൽ മതി. എൻ്റെ കെയർടേക്കറായിട്ട് മാത്രം നീ ഇവിടെ നിന്നാ മതി. നിനക്ക് ഞാനത് കൂടാതെ ഒരു പ്രൊമോഷൻ കൂടി തരാം. വൈജയന്തി ആ വാക്ക് കേട്ടാകെ അന്താളിച്ചു പോയി. പിറ്റേന്ന് രേവതിക്കുട്ടിയും മാമച്ചനും ഗ്രേസ്യാമ്മയും അലീനെ കൂട്ടിക്കൊണ്ടുപോവാൻ അങ്ങോട്ടേക്ക് വന്നു. അലീന പോകാമെന്ന് പറഞ്ഞു നിന്നതിനാലാണ് അവർ വന്നത്. എന്നാൽ അലീനയുടെ മനസ്സ് മാറിയിരുന്നു. ഞാൻ വരുന്നില്ല, അവൾ പറഞ്ഞു. അലീന ആരുമില്ലാത്തവളൊന്നുമല്ല. അലീനയെ കൂട്ടിക്കൊണ്ടുപോവാൻ ഞങ്ങൾ വന്നതാണ്. ഇവിടെ അവളെ പെടാപാട് പെടുത്തുന്നത് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ അലീനയെ കൊണ്ടുപോവാണെന്ന് രേവതിക്കുട്ടിയുടെ മാമച്ചൻ പറയും. അന്നേരം വൈജയന്തി പൊട്ടിത്തെറിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, ഇവളെയൊക്കെ ആർക്ക് വേണം? ഇവളോട് എത്ര തവണ ഇവിടെ നിന്നും പോവാൻ പറഞ്ഞു എന്നറിയോ? പക്ഷേ ഇവള് പോവാൻ തയ്യാറാവണ്ടേ? ബാലചന്ദ്രൻ താഴെയുള്ള ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. അവരെ കണ്ട ഉടനെ തന്നെ അലീന പരിചയപ്പെടുത്തി. ഇതാണല്ലേ രേവതിക്കുട്ടി, അലീനയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരി. നിനക്ക് അലീനയെ ഒരുപാട് ഇഷ്ടമാണോ? ബാലചന്ദ്രൻ സൗഹൃദത്തോട് ചോദിച്ചു.
അതെ, എനിക്ക് എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെയാണ് അലീന ചേച്ചി, രേവതിക്കുട്ടി പറഞ്ഞു. അവൾ തൻ്റെ വീട്ടിലെ ഗ്രേസ്യാമ്മയെക്കുറിച്ച് പറഞ്ഞു. ഇവിടുത്തെ മേഡത്തെ പോലെ മൂഷേട്ടയൊന്നുമല്ല എൻ്റെ ഗ്രേസ്യാമ്മ ആൻറ്റി. എന്നെ മോളെ പോലെയാണ് നോക്കുന്നത്. കൊള്ളാം മൂഷാട്ട, അവൾക്ക് പറ്റിയ പേര് തന്നെയാണ്, ബാലചന്ദ്രൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അലീനയോട് ചോദിച്ചതാ അലീനക്ക് വരാൻ സമ്മതമുണ്ടോ എന്ന്. ആ, നിങ്ങളേതായാലും വന്നതല്ലേ, അലീനയോട് ചോദിച്ചു നോക്ക് അവൾക്ക് വരാൻ സമ്മതമുണ്ടോ എന്ന് ബാലചന്ദ്രൻ ചോദിച്ചു. അലീന ചേച്ചിക്ക് സമ്മതമാണ്, അലീന പോരാനായിട്ട് നിന്നതല്ലേ, രേവതിക്കുട്ടി പറഞ്ഞു. ബാലചന്ദ്രൻ പറയുന്നത് എന്നാ ഞാൻ സമ്മതിച്ചിരിക്കുന്നു, നീ അലീനയോട് ചോദിക്ക് അവൾ പോരുന്നുണ്ടോ എന്ന്. രേവതിക്കുട്ടിയുടെ ചോദ്യത്തിനു മുന്നിൽ അലീന ബാലചന്ദ്രനെ നോക്കി. എന്നിട്ട് രേവതിക്കുട്ടിയോടായിട്ട് പറഞ്ഞു, ഞാൻ വരുന്നില്ല മോളെ. മാമച്ചനും ഗ്രേസ്യാമ്മയും അലീനയുടെ വാക്ക് കേട്ടാകെ ഞെട്ടിപ്പോയി. ഈ കൊച്ചിനിത് എന്തു പറ്റി? ചേച്ചി വരാമെന്ന് പറഞ്ഞതല്ലേ, ഇപ്പോ ബാലചന്ദ്രൻ സാറ് സമ്മതിച്ചിട്ട് ചേച്ചി വരുന്നില്ലെന്നോ? രേവതിക്കുട്ടി വികാരധീരനായി. ബാലചന്ദ്രൻ പറയുന്നത് നിങ്ങളൊക്കെ പോയിക്കോളൂ, അലീന പിന്നീട് വന്നോളും. അലീന പോണ്ട എന്ന് ഞാൻ തന്നെയാണ് അവളോട് പറഞ്ഞത്. അലീനയെ ഇവിടെ ആവശ്യമുണ്ട്. നിങ്ങൾ എത്ര സ്നേഹമുള്ളവരാണെന്നൊക്കെ എനിക്കറിയാം. അലീനയ്ക്ക് അവിടത്തേക്കാൾ ഒരുപാട് സന്തോഷം ഇവിടെ കിട്ടുമെന്നും എനിക്കറിയാം. പക്ഷേ എനിക്കിപ്പോൾ അലീനയെ ആവശ്യമുണ്ട്. ഒരു മകളെ പോലെ തന്നെയാണ് ഞാൻ അവളെ കാണുന്നത്. അലീനയുടെ തീരുമാനത്തെ മാനിച്ചുകൊണ്ട് തന്നെ രേവതിക്കുട്ടിയും ഗ്രേസ്യാമ്മക്കും മാമച്ചനും കൂടെ അവിടെ നിന്നും യാത്രയായി. യാത്ര അയക്കുമ്പോൾ അലീന രേവതിക്കുട്ടിയോട് പറഞ്ഞു, എനിക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല മോളെ, ഞാൻ ഇവിടെ പെട്ടുപോയിരിക്കുകയാണ്. എന്നോട് വരാൻ പറയല്ലേ. ചേച്ചി എന്തോ വലിയ പ്രശ്നത്തിലാണെന്ന് എനിക്ക് മനസ്സിലായി ചേച്ചി, എന്താണെന്ന് തുറന്നു പറയണം. രേവതിക്കുട്ടി പറഞ്ഞു, ഞാൻ വിളിച്ചോളാം, അപ്പോൾ നീ പോയിക്കോളൂ. അങ്ങനെ അലീന വളരെയധികം സങ്കടത്തോടെ തന്നെ അവരവിടെ നിന്നും യാത്രയാക്കി. അലീന അകത്തേക്ക് കയറി ചെന്നപ്പോൾ വൈജയന്തിയുടെ വാക്കുകൾ അവളെ എതിരേറ്റു. നീ ജയിച്ചു എന്നൊന്നും നീ കരുതണ്ട. ഈ വൈജയന്തി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എൻ്റെ സ്ഥാനം തട്ടിയെടുക്കാൻ ഒരു വേലക്കാരിക്കും കഴിയില്ലടി. കൃഷ്ണമോള് അമ്മയെ തടയാൻ ശ്രമിച്ചു. എൻ്റെ പൊന്നമ്മേ, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അമ്മയുടെ സ്ഥാനമൊന്നും അലീന ചേച്ചിക്ക് വേണ്ട. ചേച്ചി ഈ വീട്ടിലൊരു വേലക്കാരിയെ പോലെ കഴിയുകയല്ലേ? അതേടി, അവൾ വേലക്കാരി തന്നെയടി, അവൾ വേലക്കാരി തന്നെയല്ലേ. ഈ നാട്ടിലെ തന്നെ അവൾ വെറും ഒരു വേലക്കാരിയാണ്. അവളെ ഒരു പിഴച്ചവളായ തള്ളയല്ലേ പ്രസവിച്ച് വളർത്തിയത്. പിന്നെ എങ്ങനെയാണ് അവൾ വേലക്കാരി അല്ലാതാവുന്നത്? ആ തള്ളയുടെ ഗുണമല്ലേ അവൾക്ക് കാണത്തുള്ളൂ. ആ തള്ള ഇതുപോലെ ഏതെങ്കിലും വീട്ടിൽ പോയിട്ട് അവിടുത്തെ മുതലാളിയെ മയക്കിയിട്ടുണ്ടാവും. അതുപോലെ തന്നെയാണ് മകളും ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ വൈജയന്തി. വൈജയന്തിയുടെ വാക്കുകൾ അലീനയുടെ ഉള്ളിൽ ഉരുകിയ ഒരു ഈയമായി ഒഴുകിയിറങ്ങി. ആ നിമിഷം അവളുടെ കണ്ണുകൾ തിളങ്ങി. അവൾ ഒരു കൊടുങ്കാറ്റ് പോലെ വൈജയന്തിയുടെ മുന്നിൽ അങ്ങ് ചെന്നു നിന്നു. നിർത്തുന്നുണ്ടോ നിങ്ങള്? അലീനയുടെ ഗർജനം കേട്ട് വൈജയന്തി പോലും ഞെട്ടിപ്പോയി. ഇനി എൻ്റെ അമ്മയെക്കുറിച്ചൊരു അക്ഷരം പോലും നിങ്ങൾ മിണ്ടിപ്പോവരുത്. അന്നേരം വൈജയന്തി പുച്ഛത്തോട് ചോദിക്കുന്നത്, നിന്റെ അമ്മ അത്ര പുണ്യാളത്തിയാണോടി? അലീനയുടെ മറുപടി തറവാടിനെ നിശബ്ദമാക്കി. അത്ര വലിയ പുണ്യാളത്തിയൊന്നുമല്ല എൻ്റെ അമ്മ. പക്ഷേ നിങ്ങളെപ്പോലെ ഒരു തെറ്റ് ചെയ്ത ആള് തന്നെയാണ് എൻ്റെ അമ്മയും. കൃഷ്ണമോളും ബബിതയും രോഹിത്തും ആ വാക്കുകൾ കേട്ട് ആകെ തരിച്ചു നിന്നുപോയി. അതുകൊണ്ട് എൻ്റെ അമ്മയെ പറയാൻ നിങ്ങൾക്ക് യാതൊരുവിധ യോഗ്യതയുമില്ല, ഒരർഹതയുമില്ല നിങ്ങൾക്ക്. അലീന അത്രമാത്രം വൈജയന്തിയോട് ദേഷ്യപ്പെട്ട് വിളിച്ചു പറഞ്ഞ് അവിടെ നിന്നും അങ്ങ് അകത്തേക്ക് കയറി പോവാണ്. അലീനയുടെ മറുപടി കേട്ട് വൈജയന്തി ആകെ തളർന്നുപോയി. തലക്കൊരു അടിയേറ്റതുപോലെ എന്ത് ചെയ്യണമെന്നറിയാതെ വൈജയന്തി അവിടെ നിൽക്കുകയാണ്. അലീനയുടെ ഈ വാക്കുകൾ അവൾ ഇത്ര കാലം ചേർത്തുകൊണ്ട് നടക്കുന്ന ഒരു രഹസ്യത്തെയാണ് ഒരു നിമിഷം കൊണ്ട് തുറന്നു കാട്ടിയത്. ഇനി ബാലചന്ദ്രനും അലീനയും ചേർന്ന് ഒരുമിച്ചൊരു പുതിയ യുദ്ധമുഖം തുറക്കപ്പെടുകയാണ്. ഈ മഹാപ്രളയം വൈജയന്തിയുടെ അഹങ്കാരത്തെയും തറവാട്ടിലെ അധികാര ഘടനയെയും എങ്ങനെയാണ് തകർത്തെറിയാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കില്ലേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ ബൈ.